ഈരാറ്റുപേട്ട തേവരുപ്പാറ ജബലുന്നൂർ ഖാഫ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എന്റെ വായനാനുഭവം പരിപാടി ശ്രദ്ധേയമായി. ജബലുന്നൂർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി പടിപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനീസ് കൊല്ലംപറമ്പിൽ സ്വാഗതമാശംസിച്ചു. ജോയിന്റ് സെക്രട്ടറി നൌഫൽ കീഴേടം വിഷയാവതരണം നടത്തി. ജബലുന്നൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഷിബ്ലി നദ്വി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം നടത്തിയ മുഹ്സിൻ പഴമ്പള്ളിൽ ഇസ്ലാമിൽ വായനയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അറിവ് സമ്പാദനത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും വിശദീകരിച്ചു. തുടർന്നു ഖാഫ് ലൈബ്രറി അംഗങ്ങളായ സുധീർ പാറക്കുന്നേലും അബ്ദുസമദ് വലിയ വീട്ടിലും തങ്ങളുടെ വായനാനുഭവങ്ങൾ പങ്കുവച്ചു. ഉബൈദ് ഖാസിമി, അനസ് വാഫി, ഷഹീർ മൗലവി, നിസാർ മൗലവി, ഷാജി കെ.കെ.പി., സിറാജ് വെട്ടിക്കാട്, ഫാസിൽ പള്ളിപ്പാറ, ഹാഷിം വലിയ വീട്ടിൽ, അൻസാഫ് ഇളംകുളം, ഫൈസൽ കിഴക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്നു. ജബലുന്നൂർ ജുമാ മസ്ജിദ് ട്രഷറർ മഹിർ വെള്ളപ്പള്ളിൽ നന്ദി രേഖപ്പെടുത്തി. വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വായനകൾ അതാണ് കൂടുതലായിട്ട് നമ്മളൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ആ വായന നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് വായിച്ചിട്ട് 1 മണിക്കൂർ തുടർച്ചയായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആകെ കയറാം. നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഡൗൺ ആവും. പക്ഷെ ഒരു പുസ്തകം നിങ്ങളെടുത്ത് 3 മണിക്കൂറൊക്കെ എനിക്ക് വായിച്ചു, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വായിച്ചു, യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് പരീക്ഷിക്കാൻ തന്നെയാണ്. ഒരുപാട് സംസാരിച്ചു പോകുന്നില്ല. സമയം പുസ്തകങ്ങളും കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വായന ഒരിക്കലും പഠിക്കാം. ഈ ലോകത്ത് അക്ഷരങ്ങളുള്ള കാലത്തോളം ലോകം അവസാനിക്കുന്നത് വരെ വായന തുടരും. അത് പച്ചയായ പുസ്തകങ്ങളിലൂടെയുള്ള വായനയാണ് ശരിയായ വായന. അപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള റീഡിംഗ് അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരുടെയും ആരോഗ്യത്തെയും മാനസികാവസ്ഥയും ബാധിക്കുമെന്നുള്ളത് നിരുത്സാഹപ്പെടുത്തുകയാണ്. പഴയ കാലത്തേക്ക് പോവുകയാണ്. അതിനെയും നമുക്കും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പണ്ഡിതന്മാർ ഉസ്താദന്മാരൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഷിബിലി മൗലവിയെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആശയം കൂടിയാണ് ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും ആവേശകരമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഐഡിയൽ ലൈബ്രറിയിൽ കഴിഞ്ഞ 2 ദിവസം ഇതുപോലെ വായനാ ദിനത്തിൽ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ മനുജാമം ഇടവഴിയിലെല്ലാം പാട്ട് എഴുതിയ റഷീദ് പാലക്കൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയാണ്. വളരെ ഹൃദ്യമായ ഒരു വേദിയാണ്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വേദികൾ നമുക്ക് ഈരാറ്റുപേട്ടയിൽ ഇനിയും ധാരാളമായി ഉണ്ടാവേണ്ടതുണ്ട്.